ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ മണിക്കൂറിലെയും വാർത്തകളും വിശേഷങ്ങളുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ സുപ്രീം കോടതി ഹർജി തള്ളി. പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആന്റണി രാജു. തനിക്ക് ഒരു ഭയമില്ലെന്നും ഇതുപോലെ പ്രതിസന്ധികളാണ് കൂടുതൽ കരുത്തനാക്കിയതെന്നും ആന്റണി രാജു പ്രതികരിച്ചു. വിശദാംശങ്ങളിലേക്ക്. തൊണ്ടിമുതൽ കേസിൽ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് പ്രതികരണവുമായി മുൻ മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയത്. നിയമത്തിൻ്റെ വഴിക്ക് പോകും, എനിക്ക് ഒരു ഭയവുമില്ല. ഇതുപോലെയുള്ള പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയത്. എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഇത് യാതൊരു കുറവും ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. വിചാരണ നേരിടാൻ തയ്യാറാണെന്നും അതിലൊന്നും ഒരു പ്രശ്നവുമില്ലെന്നും വിധിപ്പകർപ്പിൻ്റെ പൂർണ്ണ വിവരം ലഭിച്ചിട്ടില്ല, അതിനുശേഷം മാത്രമാണ് പ്രതികരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പീലടക്കമുള്ള കാര്യങ്ങളിൽ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം മാത്രം തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു. അതേസമയം സുപ്രീം കോടതിയുടേത് അബദ്ധവിധിയാണെന്നും ആന്റണി രാജു തൊണ്ടിമുതൽ വാങ്ങിക്കൊണ്ടു പോകാൻ അപേക്ഷ നൽകിയത് അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ദീപക് പ്രകാശ് പറഞ്ഞു. അപേക്ഷ നൽകിയത് കേസിലെ പ്രതിയാണെന്നും സാക്ഷിമൊഴിയോ തെളിവോ ഒന്നും കേസിലില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് തള്ളുകയായിരുന്നു. വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 20-ന് ആന്റണി രാജു ഹാജരാവണം. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് വിധി പറഞ്ഞത്. മറ്റൊരു വാർത്ത കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ 20കാരിയെ തൃശ്ശൂരിൽ നിന്ന് കണ്ടെത്തി. പോലീസിന്റെ സംരക്ഷണയിലാണ് യുവതി ഇപ്പോൾ. കഴിഞ്ഞ 18-ാം തീയതി മുതലാണ് യുവതിയെ കാണാതായത്. വിശദാംശങ്ങളിലേക്ക് പോകാം. മുൻപാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ 20കാരിയെ കണ്ടെത്തിയത്. വളരെ ശുഭകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. കുഴിത്തുറ സ്വദേശിയായിട്ടുള്ള ഐശ്വര്യ അനിലിനെ 18-ാം തീയതി മുതലാണ് കാണാതായത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ യുവതി ഉള്ളത്. തൃശ്ശൂരിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായകമായിരിക്കുന്നത്. മകളെ കാണാനില്ലെന്ന് കാണിച്ച് യുവതിയുടെ അമ്മയുടെ പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം വളരെ ശക്തമായിരുന്നു. ഇതിനിടയിലാണ് ഈ കുട്ടിയെ തൃശ്ശൂരിൽ നിന്നും കണ്ടെത്തിയത്. ആരാധകരുടെ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് 2025 നടക്കുന്ന മത്സരങ്ങളിലേക്ക് ടീം അർജന്റീനയെ നയിക്കാൻ ആണ് മെസ്സി കേരളത്തിലെത്തുന്നത് എന്ന് കായിക മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ VMTV ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും കായിക മന്ത്രി അബ്ദുറഹ്മാനാണ് ഇപ്പോൾ ഈ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലയണൽ മെസ്സി അടക്കമുള്ള ടീം അർജന്റീന ആയിരിക്കും കേരളത്തിലെത്തുന്നത് എന്ന് മന്ത്രി അല്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത്. സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അടുത്ത വർഷം കേരളത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾക്കാണ് ഇവിടെ പന്ത് തട്ടാനായി എത്തുന്നത്. ഇതിഹാസ താരമായ മെസ്സി എത്തുന്നത്. മെസ്സി എത്തുമെന്നറിഞ്ഞതിൽ പിന്നെ ആരാധകരടക്കം പലതരത്തിലും സന്തോഷത്തിന് നെറുകയിലാണ്. കാരണം പ്രവാസികളായിട്ടുള്ളവരൊക്കെ തന്നെ അവരുടെ ലീവുകളൊക്കെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള ആളുകളൊക്കെ ലയണൽ മെസ്സി എത്തുന്ന സമയങ്ങളിലേക്ക് ലീവ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ പലരും മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. മത്സരത്തിനായി കൊച്ചിക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതിനു മുന്നോടിയായി 1.5 മാസത്തിനകം ഫിഫ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വരുമെന്നും പറയുന്നു. മഞ്ചേരി സ്റ്റേഡിയത്തിൽ 20,000 കാണികളെ വെച്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഞ്ചേരി സ്റ്റേഡിയം ഒഴിവാക്കി കൊച്ചി പരിഗണിക്കുന്നതെന്നും ഇപ്പോൾ മന്ത്രി വിശദീകരിച്ചിരിക്കുന്നു. എതിർ ടീം ആരാണെന്ന് പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുന്നത്. 25 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും മത്സരം നടക്കുന്നത്. ഓക്കെ ബിലു, അടുത്തൊരു വാർത്ത വരുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ചെന്നൈയിൽ അധ്യാപികയെ ക്ലാസ് മുറിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. തഞ്ചാവൂർ മല്ലിപ്പട്ടണം സ്വദേശി രമണിയാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അധ്യാപികയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. മല്ലിപ്പട്ടണത്തെ സർക്കാർ സ്കൂളിൽ രാവിലെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. മദനൻ കുമാറാണ് പ്രതിയായിരിക്കുന്നത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പിന്നാലെയാണ് 26-കാരിയായ അധ്യാപികയെ ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയത്. കഴുത്തിൽ ഗുരുതരമായ മുറിവേറ്റ രമണിയെ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
4 മാസം മുൻപാണ് അധ്യാപികയായി ഇവർ ചുമതലയേറ്റത്. ഒരേ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ് ഇരുവരും. വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി മദനൻ രമണിയുടെ കുടുംബത്തെ സമീപിച്ചെങ്കിലും ഈ വീട്ടുകാർ ആലോചന നിരസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്രാമത്തിലെ ചില മുതിർന്നവർ ഇയാളെ പ്രതിയായ മദനനെ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. വിവാഹ അഭ്യർത്ഥനയിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടുള്ളൂ. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇതിനെ തുടർന്നുള്ള പകയാണ് ഈ ദാരുണമായ കൊലപാതകത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകണമെന്നാണ് സംഭവത്തിൽ തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. മണിക്കൂറിലെ പുത്തൻ പുതിയ വാർത്തയുമായി BMTV ന്യൂസ് എത്തുന്നു. മറക്കാതെ കാണുക.